നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കേരളത്തിന്റെ മാതൃകാ പദ്ധതി. മന്ത്രി ആർ ബിന്ദു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ദിനം ആഘോഷിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നും LSS, USS, NMS സ്കോളർഷിപ്പ് നേടിയവർക്ക് MLA പ്രതിഭാ പുരസ്കാരം നൽകി അനുമോദിച്ചു. ആളൂർ രാജർഷി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമ മാധവാചാര്യ സംസ്കൃത ഛാത്ര സമിതിയുടെ 15ാമത് വാർഷികാഘോഷം സംസ്കൃത സപ്താഹം എന്ന പേരിൽ സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിൽ സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാസ്റ്റ് വിളക്ക് കാറ്റിൽ നിലം പതിച്ച് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ലെന്ന് പരാതി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളം ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്ന നിരവധിയായ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹികനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെ ദിനാഘോഷവും തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SPC ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സെറിമോണിയൽ പരേഡ് മന്ത്രി ആർ ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. സമൂഹത്തിൽ മാനവികതാ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവന സന്നദ്ധതയോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സംവിധാനമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. ഇത് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. സേനയുടെ ഭാഗമാകുന്നതോടെ സമൂഹത്തോട് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതിനും സഹവർത്തിത്വത്തോടെ മുന്നോട്ടു പോകുന്നതിനുമുള്ള പരിശീലനവും ലഭിക്കുന്നു. സാമൂഹ്യമായ അനീതികളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനും തിന്മകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുന്നതിനും ഈ പ്രസ്ഥാനം നല്ല നിലയിൽ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണ HSS ആനന്ദപുരത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ പതാക ഉയർത്തി. തൃശൂർ റൂറൽ ജില്ലയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉൾപ്പെടെ 42 സ്കൂളുകളിലാണ് SPC ഉള്ളത്. 2025 അധ്യയന വർഷത്തിൽ SPC പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലയിലെ 3 സർക്കാർ സ്കൂളുകളാണ് അനുവദിച്ചിട്ടുള്ളത്. LFCGHSS ഇരിങ്ങാലക്കുട, ശ്രീകൃഷ്ണ HSS ആനന്ദപുരം, CJMHSS വരന്തരപ്പള്ളി തുടങ്ങിയ സ്കൂളുകളിലാണ് ഇന്ന് SPC ആരംഭിച്ചത്. തൃശൂർ ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് TS സിനോജ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റലപ്പള്ളി, ജില്ലാ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ എന്നിവർക്ക് പരേഡ് അഭിവാദ്യമർപ്പിച്ചു. ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, കൊടുങ്ങല്ലൂർ DVSP VK രാജു, ചാലക്കുടി DVSP PC ബിജുകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DVSP PR ബിജോയ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അച്ചടക്കത്തോടെ പരിശീലിപ്പിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംവിധാനം ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി നാം കാണുകയാണ്. ജനമൈത്രി പോലീസിംഗ് സംവിധാനത്തിലൂടെ കമ്മ്യൂണിറ്റി പോലീസ് എന്ന ആശയം ഏറ്റവും മനോഹരമായി പ്രാവർത്തികമാക്കിയ കേരള സംസ്ഥാനത്ത് പോലീസ് സേനയുടെ തൊപ്പിയിലെ അതിമനോഹരമായ ഒരു തൂവലായി സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംവിധാനം പുതുക്കാട് മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും LSS, USS, NMS സ്കോളർഷിപ്പ് നേടിയവർക്ക് MLA പ്രതിഭാ പുരസ്കാരം നൽകി അനുമോദിച്ചു. അനുമോദന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 8 പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 500-ലധികം കുട്ടികൾ MLA പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി. വിശിഷ്ടാതിഥികൾക്കും പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും നെന്മണിക്കര പഞ്ചായത്ത് ഔഷധ വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മുഖ്യാതിഥികളായി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, N മനോജ്, കലാപ്രിയ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ,
അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, BRC കോർഡിനേറ്റർ TR അനൂപ് എന്നിവർ പങ്കെടുത്തു. ആളൂർ രാജർഷി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമ മാധവാചാര്യ സംസ്കൃത ഛാത്രസമിതിയുടെ 15ാമത് വാർഷികാഘോഷം സംസ്കൃത സപ്താഹം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഗുരുകുല സ്ഥാപകാചാര്യൻ ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കരയെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ മഹേഷ് ബാബു, സീരിയൽ താരം ഗിരീഷ് ഗംഗാധരൻ, കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയദേവൻ, മറിമായം താരം എയ്ബൽ ആന്റണി, പ്രിൻസിപ്പൽ TJ ലൈസൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ബെറ്റി, ലൗലി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ സംസ്കൃതം വിഷയത്തിൽ ഫുൾ A+ നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കർക്കിടക മാസത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മതസൗഹാർദ്ദ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി. സംസ്കൃത ഭാഷ അപരിചിത അന്യ സുപരിചിത ഏവ. അസ്മാകം കേരളദേശേ വിദ്യാരംഭ അനന്തരം പുരാതനകാലതഃ ആരഭ്യ അസ്മദീയാഃ പൂർവികാഃ. അതിഥികൾക്കും മനസ്സിലായി കാണും ഇതിന്റെ നടത്തിപ്പുകാര് ഈ വിദ്യാർത്ഥികളാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഒരു പക്ഷേ ആ സംസ്കൃതം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പാരമ്പര്യം അത് തന്നെയാണ് ഇത്. നമ്മളൊക്കെ നോക്കി കാണുകയാണ്. തീർച്ചയായിട്ടും ഇവരുടെ പ്രവൃത്തികളിലൂടെ അത് നമ്മളെ കാണിച്ചു തരാണ്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിൽ സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാസ്റ്റ് വിളക്ക് കാറ്റിൽ നിലം പതിച്ച് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി. 4 മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരം കടപുഴകി വീണതിനെ തുടർന്നാണ് മരത്തിന് സമീപമുണ്ടായിരുന്ന ഹൈമാസ്റ്റ് വിളക്ക് നിലം പതിച്ചത്. ഏതാനും വർഷം മുൻപ് മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുൻകൈയെടുത്താണ് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ചെലവഴിച്ച് കാരിക്കടവ് ഉന്നതിയിലെ വനവിഭവ സംഭരണ കേന്ദ്രത്തിനു സമീപം ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിച്ചത്. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാറിനു നേരെ കാട്ടാനയുടെ ആക്രമണം. മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം. തുമ്പൂർ മുഴിയിൽ വെച്ച് കാട്ടാനയെ കണ്ട് വാഹനം നിർത്തിയപ്പോൾ പുറകിലൂടെ വന്ന മറ്റൊരു കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഉണർത്തു ജാഥ 3 മുറിയിൽ നിന്ന് ആരംഭിച്ച് കോടാലിയിൽ സമാപിച്ചു. തുടർന്ന് കോടാലി ആൽത്തറയ്ക്കൽ നടന്ന ആദരണ യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് പാഴ്വസ്തു ശേഖരണത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയെ IRTC റീജിയണൽ കോർഡിനേറ്റർ VK ജയ് സോമനാഥൻ ആദരിച്ചു. ഹരിതകർമ്മസേന സെക്രട്ടറി നിബി സുധീഷിന്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർമാർ ആദരമേറ്റുവാങ്ങി. ഹരിതകർമ്മസേനയുടെ നേട്ടങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന പ്രചാരണ നോട്ടീസിന്റെ പ്രകാശനം വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈബി സജി, KK അനീഷ് കുമാർ, ആനപ്പാന്തം കാഡർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, TA വേലായുധൻ, KK സോജ, പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, TD സഹജൻ എന്നിവർ സംസാരിച്ചു. മറ്റു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ദുർഘടമാണ് തോടിന്റെ അവസ്ഥ. നമുക്ക് ആദ്യം തോടിനെ ഒന്ന് വൃത്തിയാക്കാം. ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് ഫണ്ട് വെച്ചുകൊണ്ട് അത്യാവശ്യം അതിന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി JCB ഒക്കെ ഒന്ന് കടന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്കൊന്ന് ആക്കി നമുക്ക്. അതിരപ്പള്ളി പ്രദേശത്തെ വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് ചാരായ വിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ 15 സ്വദേശി കല്ലേലി വീട്ടിൽ വിനീഷിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 1.5 ലിറ്റർ ചാരായവുമായാണ് ഇയാൾ പിടിയിലായത്.
ലിറ്ററിന് 1000 രൂപയ്ക്കാണ് ഇയാൾ ചാരായം ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. അതിരപ്പള്ളി മേഖലയിലും ഉന്നതികൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യചാരായ വിൽപ്പന നടത്തുന്ന സംഘങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ തുടരുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. കേസെടുത്ത സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷഫീഖ് ടി.എ, ജെയ്സൺ ജോസ്, ഉദ്യോഗസ്ഥരായ KS കാവ്യ, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ എന്നിവരും ഉണ്ടായിരുന്നു. വിനീഷിനെ ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ മെറിറ്റ് ഡേയും PTA പൊതുയോഗവും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വിളക്കലാടൻ ഉദ്ഘാടനം ചെയ്തു. റിൻസി ജോബ് അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ സുമേഷ് MS, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, OSA പ്രസിഡന്റ് ബെന്നി തൊണ്ടുങ്ങൽ, വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ മങ്കുഴി, ലിനോ മൈക്കിൾ, ഹെഡ്മിസ്റ്റേഴ്സ് TCP ആന്റണി, ട്രസ്റ്റി തോമസ് വള്ളിയാംതടത്തിൽ, ഉണ്ണിമേരി തോമസ്, തെരേസ് ജോസ്, മിസ് മറിയ തോമസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും LSS USS ജേതാക്കളെയും അനുമോദിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മാതാപിതാക്കൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കോളർഷിപ്പിനും ക്യാഷ് അവാർഡിനുമുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തെ +1 മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ വരെയും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷയും 2024-25 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും A+, CBSE വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A1, ICSE വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും 90% കൂടുതൽ മാർക്ക് ലഭിച്ച ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കും ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ കോഴ്സുകളിൽ 60% മുകളിൽ മാർക്ക് നേടി ഉന്നത വിജയം കൈവരിച്ച ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കും കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കും ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. peediga.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി ഒക്ടോബർ 31. കൂടുതൽ വിവരങ്ങൾക്ക് 048723646866 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കേരളത്തിന്റെ മാതൃകാ പദ്ധതി. മന്ത്രി R. ബിന്ദു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ദിനം ആഘോഷിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളില്ലെന്നും LSS USS NMS സ്കോളർഷിപ്പ് നേടിയവർക്ക് MLA പ്രതിഭാ പുരസ്കാരം നൽകി അനുമോദിച്ചു. ആളൂർ രാജർഷി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമ മാധവാചാര്യ സംസ്കൃത ഛാത്ര സമിതിയുടെ 15ാമത് വാർഷികാഘോഷം സംസ്കൃത സപ്താഹം എന്ന പേരിൽ സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിൽ സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാസ്റ്റ് വിളക്ക് കാറ്റിൽ നിലം പതിച്ച് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ലെന്ന് പരാതി.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.